ഹലോ ഗായ്സ്, നിങ്ങളുടെ കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണോ? എന്നാൽ അവർക്ക് ഇതുപോലെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അതിനായി ഞാൻ ഇവിടെ ഈ വെജിറ്റബിൾസ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വീതം സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുത്ത ബോൺലെസ് ചിക്കൻ ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം വെജിറ്റബിൾസ് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഇളക്കിയെടുക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസും ചോപ്പ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, ടൊമാറ്റോ സോസ്, വിനെഗർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും വേവിച്ച് വെച്ച ബസുമതി അരിയും ഇതിലേക്ക് ഇട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ടേസ്റ്റിയായ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കുറുമയുടെ കൂടെയോ ഗ്രേവിയുടെ കൂടെയോ ഒക്കെ ഒന്ന് കഴിച്ചു നോക്കൂ. ടേസ്റ്റ് അപാരം. ഇതുപോലെയുള്ള ടേസ്റ്റി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.